Good evening to all. Calicut University third sem Bcom BBA ബിസിനസ് റെഗുലേഷൻ്റെ ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ഓൾറെഡി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ മനസ്സിലാവാത്തതോ നെഗറ്റീവോ പോസിറ്റീവോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. ഓക്കെ, നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിന്നിട്ടാണ് സംസാരിക്കുന്നത്. സോ നമുക്കതിൽ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ മെയിനായിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം. ഇറ്റ് എക്സ്റ്റെൻഡ് ടു ദ ഹോൾ ഓഫ് ഇന്ത്യ എക്സെപ്റ്റ് ദ സ്റ്റേറ്റ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ ആൻഡ് ഇറ്റ് ഷാൾ കം ഇൻ ടു ഫോഴ്സ് ഓൺ ദി ഫസ്റ്റ് ഡേ ഓഫ് സെപ്റ്റംബർ 1872. അതായത് 1872 സെപ്റ്റംബർ 1 ഇത് നിലവിൽ വന്നിട്ടുള്ളത്. ഇന്ത്യ മൊത്തത്തിൽ ജമ്മു ആൻഡ് കാശ്മീർ ഒഴികെ ഇന്ത്യ മൊത്തത്തിൽ നിലവിൽ വന്ന ആക്ടാണ് ഇത് പറയുന്നത്. ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 സെപ്റ്റംബർ 1 വന്നിട്ടുള്ളത്. അത് ഓർത്ത് വെക്കണേ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളതാണ് കോൺട്രാക്റ്റ്. കോൺട്രാക്റ്റ് എന്തായാലും ചോദിക്കാൻ സാധ്യതയുണ്ട്. എസ്സേയും ഷോർട്ട് എസ്സേ ഒക്കെ ഇതിന് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, കോൺട്രാക്റ്റിൻ്റെ ഒരു ഡെഫിനിഷൻ അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. According to Section 2, subsection H of the Indian Contract Act 1872, an agreement enforceable by law is a contract. An agreement, അതൊരു എഗ്രിമെൻ്റ് ആണ്. അത് enforceable by law is a contract. enforceable by law എന്ന് പറയുമ്പോൾ അത് നിയമത്താൽ അംഗീകരിക്കപ്പെട്ടതായിരിക്കണം. അതാണ് എൻഫോഴ്സബിൾ ബൈ ലോ എന്ന് പറയുന്നത്. എഗ്രിമെൻ്റ് ആയിരിക്കണം, അത് നിയമത്താൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ അതെന്താണ്? ഒരു കോൺട്രാക്റ്റ് ആണ്. അതാണ് എന്ത് പറയുന്നത്? ഒരു കോൺട്രാക്റ്റിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഐ എം ഷുവർ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്തായാലും വരും. ഓക്കെ, പഠിച്ചു വെക്കുക കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡെഫിനിഷനാണ്. എൻ അഗ്രിമെൻറ്റ് എൻഫോഴ്സബിൾ ബൈ ലോ ഈസ് എ കോൺട്രാക്റ്റ്. അപ്പോൾ നമ്മൾ അതിൻ്റെ 2 എസെൻഷ്യൽ എലമെൻറ്റ്സ് ആണ് എന്ത് പറയുന്നത്? എഗ്രിമെൻറ്റും ആയിരിക്കണം, അതുപോലെ തന്നെ എൻഫോഴ്സിബിലിറ്റി ഓഫ് ആൻ എഗ്രിമെൻറ്റ്, നിയമത്താൽ അംഗീകരിക്കപ്പെട്ട ഒരു എഗ്രിമെൻറ്റും ആയിരിക്കണം. സോ നമുക്ക് എന്ത് പറയാം? കോൺട്രാക്റ്റ് ഈക്വൽ ടു എഗ്രിമെൻറ്റ് പ്ലസ് എൻഫോഴ്സിബിലിറ്റി ഓഫ് ആൻ എഗ്രിമെൻറ്റ്. ഓക്കെ, ഇതാ കോൺട്രാക്റ്റ് ഈക്വൽ ടു എഗ്രിമെൻറ്റ് പ്ലസ് എൻഫോഴ്സിബിലിറ്റി ബൈ ലോ, നിയമത്താൽ അംഗീകരിക്കപ്പെട്ടതിനെയാണ് നമ്മൾ പറയുന്നത് എന്ത് പറയുന്നത്? കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കോൺട്രാക്റ്റ് എന്താണെന്ന് വെച്ചാൽ ആദ്യം ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു എന്തെഴുതുക, ആ ഒരു ഡെഫിനിഷൻ എഴുതുക. ആൻ അഗ്രിമെൻറ്റ് എൻഫോഴ്സിബിൾ ബൈ ലോ ഈസ് എ കോൺട്രാക്റ്റ് എന്ന് എഴുതുക ആദ്യം. എന്നിട്ട് ഈ ഇക്വേഷൻ ലൈക്ക് ഈ ഒരു ഇത് എഴുതുക, കോൺട്രാക്റ്റ് ഈക്വൽ ടു എഗ്രിമെൻറ്റ് പ്ലസ് എൻഫോഴ്സിബിലിറ്റി ബൈ ലോ. ഓക്കെ, മനസ്സിലായില്ല? അപ്പോൾ എന്തായാലും എഴുതുക കേട്ടോ. കാരണം 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ വരുന്നതെന്നുണ്ടെങ്കിൽ ഒരു പോയിൻറ്റും കൂടെ അഡീഷണൽ ആയിട്ട് അവിടെ കിടന്നോട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് ഒരു കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. 2 ഉള്ളത്. ഒരു എഗ്രിമെൻറ്റ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ആ എഗ്രിമെൻറ്റ് എൻഫോഴ്സിബിലിറ്റി ഓഫ് ആൻ എഗ്രിമെൻറ്റ്, അതായത് നിയമത്താൽ അംഗീകരിക്കപ്പെട്ട ഒരു എഗ്രിമെൻറ്റും ആയിരിക്കണം. അപ്പോൾ എന്താണ് ഈ എഗ്രിമെൻറ്റ്? അപ്പോൾ അത് നമുക്ക് എഗ്രിമെൻറ്റ് എന്താണെന്ന് നോക്കാം. Okay, the term agreement is defined to section 2 subsection E of the Indian Contract as every promise and every set of promises forming the consideration for each other is an agreement. എല്ലാ പ്രോമിസുകളെയും അല്ലെങ്കിൽ എല്ലാ സെറ്റ് ഓഫ് പ്രോമിസിനെയും ഫോമിങ് ദി കൺസിഡറേഷൻ ഫോർ ഈച്ച് അതർ ഈസ് ആൻ എഗ്രിമെൻറ്റ്, പരസ്പരം പരിഗണിച്ചുകൊണ്ടുള്ള എല്ലാ പ്രോമിസിനെയും അല്ലെങ്കിൽ എല്ലാ സെറ്റ് ഓഫ് പ്രോമിസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്. ഫോമിങ് ദി കൺസിഡറേഷൻ ഫോർ ഈച്ച് അതർ ഈസ് ആൻ എഗ്രിമെൻറ്റ്, പരസ്പരം എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. അത്തരത്തിലുള്ള പ്രോമിസിനെയാണ് എന്ത് പറയുന്നത്? നമ്മൾ എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് എ പ്രോമിസ് മീൻസ് എ proposal or offer which has been accepted at section 2 subsection B state that when the person to whom the proposal is made signifies his assent thereto, the proposal is said to be accepted. A proposal when accepted becomes a promise. അതായത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതായത് ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. എ ഓഫേഴ്സ് ടു സെൽ ഹിസ് കാർ ടു ബി ഫോർ 2,25,000. അതായത് എ ഓഫർ വെക്കുകയാണ്, അയാളുടെ കാറ് 2,25,000 രൂപയ്ക്ക് അയാളത് വിൽക്കുക എന്നുള്ളത്. ഓക്കെ, എയും ബിയും തമ്മിൽ. ഓക്കെ, അപ്പോൾ ബി അത് എന്ത് ചെയ്യാണ്? അക്സെപ്റ്റ് ചെയ്യാണ്. ഓക്കെ, ഞാനൊരു ഓഫർ വെച്ചു, ആ ഓഫർ ബി അക്സെപ്റ്റ് ചെയ്യാണ്. ദിസ് ഓഫർ ആഫ്റ്റർ അക്സെപ്റ്റൻസ് ബിക്കം പ്രോമിസ് ആൻഡ് ദിസ് പ്രോമിസ് ഈസ് ട്രീറ്റഡ് ആസ് ആൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ എ ആൻഡ് ബി. അപ്പോൾ ഇത്തരത്തിലുള്ള, അതായത് ഞാനൊരു ഓഫർ വെച്ചു, അത് നിങ്ങളത് അക്സെപ്റ്റ് ചെയ്തു, കാറ് പോട്ടെ. ഓക്കെ, എൻ്റെ ബിസിനസ് റെഗുലേഷൻ്റെ ടെക്സ്റ്റ് ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. ഓക്കെ, അതിൻ്റെ വില പറഞ്ഞിട്ടുള്ളത് ഒരു 50,000 രൂപയാണ്. ഓക്കെ, 50,000 രൂപയ്ക്ക് ഞാൻ എൻ്റെ ബിസിനസ് റെഗുലേഷൻ്റെ ടെക്സ്റ്റ് ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓക്കെ ഞാനത് വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞിട്ട് നിങ്ങളത് അക്സെപ്റ്റുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു ഡീലുണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്. ദിസ് ഓഫർ ആഫ്റ്റർ അക്സെപ്റ്റൻസ് ബിക്കം പ്രോമിസ് ആൻഡ് ദിസ് പ്രോമിസ് ഈസ് ട്രീറ്റഡ് ആസ് ആൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ എ ആൻഡ് ബി. സോ നമുക്ക് എഗ്രിമെൻറ്റിനെ എങ്ങനെ പറയാം? ഓഫർ പ്ലസ് അക്സെപ്റ്റൻസ് ഓഫ് ഓഫർ. അതായത് ഞാനൊരു ഓഫർ വെക്കുന്നു, നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യണം, റിജക്റ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, നിങ്ങളത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായി? അതൊരു എഗ്രിമെൻ്റ് ആയി.
അതായത് ഞാൻ എൻ്റെ ബിസിനസ് റെഗുലേഷൻ്റെ ടെക്സ്റ്റ് തരാമെന്ന് പറഞ്ഞിട്ട് 50,000 രൂപയ്ക്ക് ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഓഫർ വെക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്കത് വേണമെങ്കിൽ റിജക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങളത് എന്ത് ചെയ്തു? അക്സെപ്റ്റ് ചെയ്തു. അക്സെപ്റ്റൻസ് ഓഫ് ഓഫർ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ വാട്ട് ഈസ് എഗ്രിമെൻറ്റ്? എഗ്രിമെൻറ്റിൻ്റെ ഡെഫിനിഷൻ ചോദിച്ചാൽ എവറി പ്രോമിസ് ആൻഡ് എവറി സെറ്റ് ഓഫ് പ്രോമിസസ് ഫോമിംഗ് ദി കൺസിഡറേഷൻ ഫോർ ഈച്ച് അതർ ഈസ് ആൻ എഗ്രിമെൻറ്റ്. ഓക്കെ, ഇതിൽ സെക്ഷൻസ് പറയുന്നുണ്ട്, പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പഠിക്കുക കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് കോൺട്രാക്ട് ഈക്വൽ ടു എഗ്രിമെൻറ്റ് പ്ലസ് എൻഫോഴ്സിബിലിറ്റി ബൈ ലോ, എഗ്രിമെൻറ്റ് ഈക്വൽ ടു ഓഫർ പ്ലസ് അക്സെപ്റ്റൻസ് ഓഫ് ലോൺ. അപ്പോൾ നമ്മൾ ആദ്യം എഗ്രിമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ എഗ്രിമെൻറ്റിൻ്റെ ഈ ഒരു ഡെഫിനിഷൻ എഴുതി വയ്ക്കുക, അതുപോലെ തന്നെ ഈ ഇക്വേഷൻ എഴുതി വയ്ക്കുക. അതുപോലെ തന്നെ കോൺട്രാക്ട് എന്താണെന്ന് വെച്ചാൽ കോൺട്രാക്റ്റിൻ്റെ ഡെഫിനിഷൻ എഴുതി വയ്ക്കുക, പിന്നെ ഈ ഒരു എഗ്രിമെൻറ്റ് പ്ലസ് എൻഫോഴ്സിബിലിറ്റി ബൈ ലോ അത് എഴുതി വയ്ക്കുക കേട്ടോ. ഓക്കെ, ഇനി ഹെൻസ് ആൻ എഗ്രിമെൻറ്റ് ഹാസ് 3 എസെൻഷ്യൽ അക്സെപ്റ്റൻസ്. കോൺട്രാക്റ്റിൻ്റെ കേസിൽ നമ്മൾ 1-2 എസെൻഷ്യൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എഗ്രിമെൻറ്റിനുണ്ട് എന്ത് എസെൻഷ്യൽസ്. ഇവിടെ 3 എസെൻഷ്യൽസ് ആണ് പറയുന്നത്. ഓക്കെ, എഗ്രിമെൻറ്റിന് 3 എസെൻഷ്യൽസ് ആണ് പറയുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് അറ്റ്ലീസ്റ്റ് 2 പാർട്ടീസ്, മിനിമം അവിടെ 2 പേരെങ്കിലും ഉണ്ടായിരിക്കണം. അതായത് ഞാൻ പറഞ്ഞു എൻ്റെ ബിസിനസ് റെഗുലേഷൻ്റെ ടെക്സ്റ്റ് ഞാൻ നിങ്ങൾക്ക് തരാമെന്ന്. അപ്പോൾ നിങ്ങളും ഉണ്ട് അവിടെ, ഞാനും ഉണ്ട്. ഞാൻ നിങ്ങൾക്കാണ് തരുന്നത്. അപ്പോൾ ഓഫ് കോഴ്സ് അവിടെ 1-2 പേരുണ്ട്, മിനിമം 2 പേഴ്സൺസ്. അതാണ് 2 പാർട്ടീസ് ആർ റിക്വയർഡ് ടു ഫോം ആൻ അഗ്രിമെൻറ്റ്. 1 പാർട്ടി മേക്ക് ദി ഓഫർ ആൻഡ് അതർ പാർട്ടി അക്സെപ്റ്റ് ഇറ്റ്. അതായത് ഞാനൊരു ഓഫർ വെക്കുമ്പോൾ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, അതാണ് അറ്റ്ലീസ്റ്റ് 2 പാർട്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നതാണ് കൺസെൻസ് ആൻഡ് ഇടം ഓർ ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ്സ്. അതായത് ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ടെക്സ്റ്റ് തരാമെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഞാൻ പറയുകയാണ് 50,000 രൂപയ്ക്ക് ഞാൻ ടെക്സ്റ്റ് തരാമെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ ഏത് ടെക്സ്റ്റാണ് അവിടെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് പറയുന്നില്ല. ഓഫ് കോഴ്സ് ഞാനൊരു സ്റ്റുഡൻ്റ് അല്ലേ, എന്തോ ആയിക്കോട്ടെ, എൻ്റെ കയ്യിൽ ഓഫ് കോഴ്സ് എന്തുണ്ടായിരിക്കും, ഇഷ്ടംപോലെ ടെക്സ്റ്റ് നോട്ട്സ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുകയാണ് എൻ്റെ ടെക്സ്റ്റ് ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് വേറെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ടെക്സ്റ്റാണ്. ഓക്കെ, പക്ഷേ ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് വിചാരിച്ചത് ബിസിനസ് റെഗുലേഷൻ്റെ ടെക്സ്റ്റാണ്. അപ്പോൾ അവിടെ എന്തില്ല, ഒരു സെയിം മൈൻഡ് അല്ല. കാരണം ഞാൻ നിങ്ങൾക്ക് തരുന്നത് ബിസിനസ് റെഗുലേഷനും നിങ്ങൾ എൻ്റെ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഏതാ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ടെക്സ്റ്റുമാണ്. ഓക്കെ, അതാണ് അത് പറയുന്നത്. കൺസെൻസ് ഐഡം മീൻസ് ദ 2 പാർട്ടീസ് ഓഫ് ദി കോൺട്രാക്ട് മസ്റ്റ് ഹാവ് എഗ്രീഡ് അബൌട്ട് ദി സബ്ജക്റ്റ് മാറ്റർ ഓഫ് ദി കോൺട്രാക്ട് അറ്റ് ദി സെയിം ടൈം ആൻഡ് ഇൻ ദി സെയിം സെൻസ്. അതായത് ആ ഒരു സബ്ജക്റ്റ് മാറ്ററിനെ കുറിച്ചിട്ട് സെയിം ടൈമിൽ സെയിം സെൻസ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അതായത് ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞതും നിങ്ങൾ വേണമെന്ന് പറയുന്നതും സെയിം സാധനമായിരിക്കണം. അത് രണ്ടും ഡിഫറെൻ്റ് ആവാൻ പാടില്ല. അതാണ് എന്ത് പറയുന്നത്, ആ ഒരു സെക്കൻഡ് പോയിന്റ് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് പ്രോമിസ് ഓർ റെസിപ്രോക്കൽ പ്രോമിസ്. ആൻ എഗ്രിമെൻറ്റ് ഹാസ് ബീൻ ഡിഫൈൻഡ് ആസ് എവറി പ്രോമിസ് ഓർ സെറ്റ് ഓഫ് പ്രോമിസ് ഫോമിംഗ് ദി കൺസിഡറേഷൻ ഓഫ് ഓർ ഈച്ച് അതർ. ഓക്കെ, അതായത് ഇതിലെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ അവിടെ വാഗ്ദാനങ്ങൾ ഉണ്ടായിരിക്കണം. വാഗ്ദാനങ്ങൾ അവിടെ എന്താണ്, നിർബന്ധമാണ്. വാഗ്ദാനങ്ങൾ ഉണ്ടാവുകയും വേണം, അത് അവരെന്ത് ചെയ്യും വേണം, അക്സെപ്റ്റ് ചെയ്യണം. ആൻ അഗ്രിമെൻറ്റ് ഹാസ് ബീൻ ഡിഫൈൻഡ് ആസ് എവറി പ്രോമിസ് ഓർ സെറ്റ് ഓഫ് പ്രോമിസ് ഫോമിംഗ് ദി കൺസിഡറേഷൻ ഫോർ ഈച്ച് അതർ ഈസ് ആൻ അഗ്രിമെൻറ്റ്. പ്രോമിസ് ഈസ് എ നെസസറി റിക്വയർമെൻറ്റ് ഓഫ് ആൻ അഗ്രിമെൻറ്റ്. പ്രോമിസ് എന്താണ്, വാഗ്ദാനങ്ങൾ അവിടെ വളരെ നിർബന്ധമാണ്. എന്തിനു വേണ്ടിയിട്ട്, ഒരു അഗ്രിമെൻറ്റിന് വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എ ഇൻവൈറ്റ്സ് ബി ഗോ ഫോർ എ സിനിമ ആൻഡ് അക്സെപ്റ്റ് ദ ഇൻവിറ്റേഷൻ. അതായത് എ ബീനെ ഒരു സിനിമയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് വിളിക്കുകയാണ്, ബി അത് അക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, ദിസ് ഈസ് നോട്ട് എൻഫോഴ്സിബിൾ ഇൻ എ കോർട്ട് ഓഫ് ലോ. അതായത് അയാളിപ്പോൾ ഞാൻ എനെ വിളിച്ചു, ഞാനിപ്പോൾ നിങ്ങളെ വിളിക്കുകയാണ്, അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ അത് അക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ 2 സിനിമ ടിക്കറ്റ് എടുത്തു. സിനിമ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വരാതിരിക്കുകയാണ്, എന്തോ കാരണം കൊണ്ട് നിങ്ങൾ വരാതിരുന്നു. എനിക്കത് കൊണ്ടുപോയി കോടതി കൊണ്ടുപോയി കേസ് കൊടുക്കാൻ കഴിയില്ല. നിങ്ങൾ വരാതിരുന്നു, എനിക്ക് അങ്ങനെയാണ് ഇങ്ങനെയെന്ന് പറഞ്ഞ് കേസ് കൊടുക്കാൻ കഴിയില്ല. കാരണം എന്താ, അത് ജസ്റ്റ് അതാ പറയുന്നത്, വാഗ്ദാനങ്ങൾ അവിടെ എന്താണ്, നിർബന്ധമാണ്. സോ ഇറ്റ് ഈസ് നോട്ട് എ കോൺട്രാക്റ്റ്. കാരണം അതെന്ന് പറയുമ്പോൾ ഒരു ഇതില്ലല്ലോ. ബട്ട് എ എഗ്രി ടു സെൽ ഹിസ് ഹൗസ് ഫോർ എ 10 lakh ടു ബി ആൻഡ് ബി അക്സെപ്റ്റ് ദിസ് ഓഫർ ഈസ് എ കോൺട്രാക്റ്റ്. അതായത് ഒരു എഗ്രിമെൻറ്റ് അവിടെ വെക്കുകയാണ്. എന്ത്, എൻ്റെ 10 ലക്ഷം രൂപയുടെ വീട് ഞാൻ നിങ്ങൾക്ക് വിൽക്കാം, നിങ്ങളത് വാങ്ങിക്കുമെന്ന്. അപ്പോൾ ഓക്കെ, നിങ്ങളത് സമ്മതിച്ചു. ഓക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മേ ബി നിങ്ങൾ വാങ്ങിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കോടതിയിൽ കേസിന് പോവുകയാണെങ്കിൽ അത് മേ ബി കേസായേക്കാം. അതല്ലാണ്ട് ഒരു സിനിമ ടിക്കറ്റിൻ്റെ പേരിൽ അതാണ് പറയുന്നത്. അപ്പോൾ അവിടെ എന്തുണ്ടായിരിക്കും, ഒരു വാഗ്ദാനങ്ങൾ ഉണ്ടായിരിക്കണം. അത് എൻഫോഴ്സബിൾ ബൈ ലോ, അതായത് നിയമത്താൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള വാഗ്ദാനങ്ങളും ആയിരിക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് നേച്ചർ ഓഫ് കോൺട്രാക്റ്റ്, എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ കോൺട്രാക്റ്റ് ആണ് കേട്ടോ. എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ കോൺട്രാക്റ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ മസ്റ്റായിട്ട് വരും. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 10 മാർക്കിൻ്റെ അല്ലെങ്കിൽ 5 മാർക്കിൻ്റെ എസ്സേ അല്ലെങ്കിൽ ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻ ഓഫ് കോഴ്സ് വരാൻ സാധ്യതയുണ്ട്.
ഇതിൽ 10 എസെൻഷ്യൽ എലമെൻറ്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് പറയുന്നതാണ് ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ്. അതായത് ഞാൻ പറഞ്ഞു, ഇപ്പോൾ എൻ്റെ ബിസിനസ് റെഗുലേഷൻ്റെ ടെക്സ്റ്റ് ഞാൻ നിങ്ങളോട് വാങ്ങിക്കാൻ പറയുകയാണ്, ലൈക്ക് ഞാൻ അങ്ങനെ ഒരു ഓഫർ വെക്കുകയാണ്, അപ്പോൾ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ അവിടെ എന്തുണ്ടായിരിക്കണം? ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് ഉണ്ടായിരിക്കണം. ലോഫുൾ ഓഫർ ബൈ വൺ പാർട്ടി ആൻഡ് ലോഫുൾ അക്സെപ്റ്റൻസ്. ആ ഒരു ഓഫർ എന്ന് പറയുന്നത് ലോഫുൾ ആയിരിക്കണം, ആ ഒരു അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? അതും lawful ആയിരിക്കണം. In order to create a valid contract, there must be an agreement between two parties. An agreement involves lawful offer by one party and lawful acceptance. Okay. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ഇൻറ്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻഷിപ്പ്. അതായത് അവിടെ ഒരു ലീഗൽ റിലേഷൻഷിപ്പ് എന്ത് ചെയ്യണം? ക്രിയേറ്റ് ചെയ്യണം. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ സിനിമ ടിക്കറ്റിൻ്റെ പേരിൽ നമുക്ക് ഓഫ് കോഴ്സ് എന്ത് ചെയ്യാൻ പാടില്ല? വഴക്കുണ്ടാക്കി ഒരു കേസ് കൊടുക്കാൻ കഴിയില്ല. അതായത് ഞാൻ നിങ്ങളെ സിനിമയ്ക്ക് ക്ഷണിച്ചു, നിങ്ങൾ വന്നില്ല, എനിക്ക് കൊണ്ടുപോയി കേസ് കൊടുക്കാൻ കഴിയുമോ? ഇല്ല. അവിടെ ഒരു ലീഗൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. വെൻ ദ ടു പാർട്ടീസ് എൻറ്റർ ഇൻ ടു ആൻ അഗ്രിമെൻറ്റ് ദർ ഇൻറ്റൻഷൻ മസ്റ്റ് ബി ടു ക്രിയേറ്റ് എ ലീഗൽ റിലേഷൻഷിപ്പ്. അത് നിങ്ങൾ എഴുതുക കേട്ടോ, ഈ ഒരു ഇൻറ്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻഷിപ്പ് എന്ന് എഴുതിയിട്ട് അത്ര എഴുതിയാൽ മതി. ഈ നെക്സ്റ്റ് പറയുന്നതൊക്കെ അഡീഷണലായിട്ട്, ഇഫ് ദർ ഈസ് നോ സച്ച് ഇൻറ്റൻഷൻ ഓൺ ദി പാർട്ട് ഓഫ് ദ പാർട്ടീസ് ദർ ഈസ് നോ കോൺട്രാക്റ്റ്. അങ്ങനെ ഒരു ലീഗൽ റിലേഷൻഷിപ്പ് അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ അതെന്താവില്ല എന്ന് പറയുന്നത്, ഒരു കോൺട്രാക്റ്റ് ആവില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അതിനൊരു എക്സാമ്പിളാണ് ആൻ അഗ്രിമെൻറ്റ് ടു ഡൈൻ അറ്റ് എ ഫ്രണ്ട്സ് ഹൗസ് ഈസ് നോട്ട് ആൻ അഗ്രിമെൻറ്റ് ഇൻറ്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻസ് ആൻഡ് ദർ ഫോർ ഈസ് നോട്ട് എ കോൺട്രാക്റ്റ്. അതുകൊണ്ട് തന്നെ അതെന്താവുന്നില്ല, അതൊരു കോൺട്രാക്റ്റ് ആവുന്നില്ല. പക്ഷേ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഓൾസോ ലാക്ക് ദി ഇൻറ്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻഷിപ്പ് ആൻഡ് ദസ് ഡു നോട്ട് റിസൾട്ട് ഇൻ കോൺട്രാക്റ്റ്. ഓക്കെ, അതാണ് ഇൻറ്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. വെൻ ദ ടു പാർട്ടീസ് എൻറ്റർ ഇൻ ടു ആൻ അഗ്രിമെൻറ്റ് ദർ ഇൻറ്റൻഷൻ ടു മസ്റ്റ് ബി ക്രിയേറ്റ് എ ലീഗൽ റിലേഷൻഷിപ്പ്. ആ ഇൻറ്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻഷിപ്പ് എന്ന് നിങ്ങൾ പഠിച്ച് വെക്കുക. അതായത് ഇപ്പോൾ ഇതിലാണെങ്കിലും ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ്, ഇൻറ്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻഷിപ്പ്, അത് നിങ്ങൾ ആ മെയിൻ ഹെഡിങ് ഉണ്ടല്ലോ, ആ ബ്ലാക്കിൽ കട്ടിയിൽ എഴുതില്ല, അത് നിങ്ങൾ എല്ലാ ഹെഡിങ്ങും പഠിച്ച് വെക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ളത് നിങ്ങളുടെ ഭാഷയിൽ തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ തന്നെ എഴുതുക. ഓക്കെ. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ലോഫുൾ കൺസിഡറേഷൻ. കൺസിഡറേഷൻ എന്ന് പറയുമ്പോൾ പ്രതിഫലം. അതായത് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ബിസിനസ് റെഗുലേഷൻ്റെ ടെക്സ്റ്റ് 50,000 രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ അവിടെ കൺസിഡറേഷൻ എന്ന് പറയുന്നത് എന്താ? 50,000 രൂപയാണ്. ഓക്കെ, അത് ലോഫുൾ ആയിരിക്കണം എന്നാണ് പറയുന്നത്. കൺസിഡറേഷൻ ഹാസ് ബീൻ ഡിഫൈൻഡ് ആസ് ദി പ്രൈസ് പെയ്ഡ് ബൈ വൺ പാർട്ടി ഫോർ ദി പ്രോമിസ് ഓഫ് ദി അതർ. അതായത് കൺസിഡറേഷൻ എന്ന് പറയുമ്പോൾ എന്താ? ഒരാൾ മറ്റൊരു വ്യക്തിക്ക് ഒരു പ്രോമിസിൻ്റെ ഭാഗമായിട്ട് മറ്റൊരാൾക്ക് കൊടുക്കുന്നത്, അതിനെയാണ് എന്ത് പറയുന്നത്? കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അതിനൊരു സിമ്പിൾ വേർഡ്സ് പറയുകയാണെങ്കിൽ, ഇൻ സിമ്പിൾ വേർഡ്സ് ഇറ്റ് മീൻസ് സംതിങ് ഇൻ റിട്ടേൺ. അതായത് തിരിച്ചെന്തെങ്കിലും കൊടുക്കുക. ഞാൻ നിങ്ങൾക്ക് ബിസിനസ് റെഗുലേഷൻ്റെ ടെക്സ്റ്റ് തരുമ്പോൾ നിങ്ങൾ എനിക്ക് അതിന് പകരമായിട്ട് വേറെ എന്തെങ്കിലും തരും. അതാണ് ലോഫുൾ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അത് മേ ബി ക്യാഷ് ആകാം, അല്ലെങ്കിൽ ക്യാഷിൻ്റെ തന്നെ വാല്യൂ ഉള്ള മറ്റെന്തെങ്കിലും സാധനങ്ങൾ. ഓക്കെ. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് കപ്പാസിറ്റി ഓഫ് പാർട്ടീസ്. കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് എന്ന് പറയുമ്പോൾ ദ പാർട്ടീസ് ടു ആൻ അഗ്രിമെൻറ്റ് മസ്റ്റ് ബി കേപ്പബിൾ ഓഫ് എൻറ്ററിങ് ഇൻ ടു എ വാലിഡ് കോൺട്രാക്റ്റ്. അതായത് ഒരു വാലിഡ് കോൺട്രാക്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ അതിലുള്ള പാർട്ടീസിന് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. അപ്പോൾ എന്താണ് ഈ കപ്പാസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ആ ഒരു വ്യക്തി, അതായത് ഒരു കോൺട്രാക്റ്റിലുള്ള വ്യക്തി മൈനർ പേഴ്സൺ എന്ന് പറയുമ്പോൾ 18 വയസ്സ് തികയാത്ത ആൾ. ഓക്കെ, അവരെയാണ് നമ്മൾ മൈനർ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരാൾക്ക് ഒരു കോൺട്രാക്റ്റിലേക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? ഒരു വാലിഡ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ കഴിയില്ല. ഇനി അഥവാ അയാൾ അതിലോട്ട് ജോയിൻ്റ് ആയി കഴിഞ്ഞാൽ അതെന്താവില്ല? ഒരു വാലിഡ് കോൺട്രാക്റ്റ് ആവില്ല. അതാണ് ഫസ്റ്റ് പറയുന്നത്. പിന്നെ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ്. അൺസൗണ്ട് മൈൻഡ് എന്ന് പറയുമ്പോൾ ബോധമില്ലാത്ത ആൾ, അങ്ങനെയൊക്കെ, സ്ഥിരബോധമില്ലായ്മ. പിന്നെ പേഴ്സൺ ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ ടു വിച്ച് ദേ ആർ സബ്ജക്റ്റ്. അതായത് പലതരത്തിലുള്ള ഏതെങ്കിലും ഒരു ലോ കൊണ്ട് ഡിസ്ക്വാളിഫൈഡ് ആയിട്ടുള്ള എന്തെങ്കിലും കോടതിപരമായിട്ട് എന്തെങ്കിലും ശിക്ഷയൊക്കെ കിട്ടിയ ആളാണെങ്കിൽ അവർ ഡിസ്ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കും. അപ്പോൾ അവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, ആ ഒരു കോൺട്രാക്റ്റ് എന്താവില്ല? വാലിഡ് ആവില്ല. അതാണ് പറയുന്നത് പാർട്ടീസ് ടു ആൻ അഗ്രിമെൻറ്റ് മസ്റ്റ് ബി കേപ്പബിൾ ഓഫ് എൻറ്ററിങ് ടു എ വാലിഡ് കോൺട്രാക്റ്റ്. ആ വ്യക്തികൾക്ക് എന്തുണ്ടായിരിക്കണം? ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. അതാണ് കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് മൈനർ ആണെങ്കിൽ അയാൾക്ക് അയാൾക്ക് ആ ഒരു വാലിഡ് ആയുള്ള ഒരു കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ് ആണെങ്കിൽ അതുപോലെ തന്നെയാണ്. പിന്നെ പേഴ്സൺസ് ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ വിച്ച് ടു ദേ ആർ സബ്ജക്റ്റ്. ഓക്കെ, അതാണ് കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ഫ്രീ കൺസേൺ. ഫ്രീ കൺസേൺ എന്ന് പറയുമ്പോൾ സ്വമേധയാ അയാൾ എന്തായിരിക്കണം? ആ ഒരു കോൺട്രാക്റ്റിലോട്ട് ജോയിൻ ആയിരിക്കണം. അതായത് നമ്മൾ പറഞ്ഞു എൻ്റെ ബിസിനസ് റെഗുലേഷൻ്റെ ടെക്സ്റ്റ് 50,000 രൂപയ്ക്ക് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്? വിൽക്കുകയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഓഫർ വെക്കുകയാണ്. ഓക്കെ, എൻ്റെ കയ്യിൽ 50,000 രൂപയുടെ ബിസിനസ് റെഗുലേഷൻ്റെ ടെക്സ്റ്റ് ഉണ്ട്, നിങ്ങൾക്കത് വാങ്ങിക്കാതിരിക്കുക. പക്ഷേ എൻ്റെ സമ്മർദ്ദം മൂലം നിങ്ങളത് വാങ്ങിക്കുകയാണ്.
ഓക്കെ, അതായത് ഞാൻ പറയാണ്, നീ ആ ബിസിനസ് റെഗുലേഷൻ്റെ ടെക്സ്റ്റ് 50,000 രൂപയ്ക്ക് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിനക്ക് ഞാൻ ബിസിനസ് റെഗുലേഷൻ്റെ ഇൻറ്റേർണൽ തരത്തില്ല, 20 മാർക്കുള്ള ഇൻറ്റേർണൽ, അത് ഞാൻ നിനക്ക് 20 മാർക്ക് ഇൻറ്റേർണലും തരത്തില്ല, അറ്റൻഡൻസും തരത്തില്ല, ക്ലാസ്സിന് നീ എൻ്റെ ക്ലാസ്സിൽ ഇരിക്കുകയും വേണ്ട, അങ്ങനെ ഭയങ്കരമായിട്ട് ഞാൻ നിങ്ങളെ ടോർച്ചർ ചെയ്യണം. ഓക്കെ, അങ്ങനെ ടോർച്ചർ ചെയ്തിട്ടാണ് നിങ്ങൾ ഈ ഒരു കോൺട്രാക്റ്റിലോട്ട്, അതായത് നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് ബിസിനസ് റെഗുലേഷൻ്റെ ടെക്സ്റ്റ് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റ് എന്തായിരിക്കില്ല, വാലിഡ് കോൺട്രാക്റ്റ് ആയിരിക്കില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, another essential element of a contract is the free consent of the parties to the agreement. A consent may not be free either on account of mistake in the minds of parties or on account of the consent being obtained by some unfair means like coercion, fraud, misrepresentation or undue influence. Okay, അതായത് ഫ്രീ കൺസെൻറ്റ് എന്ന് പറയുമ്പോൾ അവർ സ്വമേധയ അതിലെന്തായിരിക്കണം, ജോയിൻ്റ് ആയ, അതായത് ആ ഒരു കോൺട്രാക്റ്റിലോട്ട് എൻ്റർ ആയ ഒരാളായിരിക്കണം, അല്ലാണ്ട് കൊയേഷ്യൻ വഴി അല്ലെങ്കിൽ ഫ്രോഡ്, മിസ്റെപ്രസെൻറ്റേഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പോൾ തെറ്റായ ഇതൊന്നും കൊടുത്തിട്ട് ആയിരിക്കരുത് അയാൾ എന്തിലോട്ട്, ആ ഒരു കോൺട്രാക്റ്റിലോട്ട് എൻ്റർ ആവേണ്ടത്. അയാളുടെ ഇഷ്ടത്തിന് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കണം അയാൾ ആ ഒരു കോൺട്രാക്റ്റിലോട്ട് എൻ്റർ ആവേണ്ടത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നതാണ് ലോഫുൾ ഒബ്ജക്റ്റ്. അതായത് ആ ഒരു ഒബ്ജക്റ്റ് എന്തായിരിക്കണം, ലോഫുൾ ആയിരിക്കണം. ദ ഒബ്ജക്റ്റ് ഓഫ് ദി എഗ്രിമെൻറ്റ് മസ്റ്റ് ബി ലോഫുൾ. അതെങ്ങനെ, ഇറ്റ് മസ്റ്റ് നോട്ട് ബി ഇല്ലീഗൽ ആവാൻ പാടില്ല, ഇമ്മോറൽ ആവാൻ പാടില്ല, ഓപ്പോസിറ്റ് ടു പബ്ലിക് പോളിസിക്ക് എതിരെ ആവാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ആ ഒരു എഗ്രിമെൻറ്റ് എന്തായിത്തീരും, വോയിഡ് ആയിത്തീരും എന്നാണ് പറയുന്നത്. അപ്പോൾ ലോഫുൾ ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ദ ഒബ്ജക്റ്റ് ഓഫ് ദ എഗ്രിമെൻറ്റ് മസ്റ്റ് ബി ലോഫുൾ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് എഗ്രിമെൻറ്റ് നോട്ട് എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് വോയിഡ്. അതായത് അങ്ങനെ ചെയ്യരുത് എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കുറേ മുന്നേ അത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്യരുതെന്ന്, എന്നിട്ടും അങ്ങനെ തന്നെ ചെയ്യുകയാണ്. ഓക്കെ, ദ എഗ്രിമെൻറ്റ് മസ്റ്റ് നോട്ട് ഹാവ് ബീൻ എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് ടു ബി വോയിഡ് അണ്ടർ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ദർ ഹാവ്. അപ്പോൾ അതായത് മുന്നേ ആദ്യം പറഞ്ഞിട്ടുണ്ട് എന്ത്, അങ്ങനെ ചെയ്യരുത് എന്നുള്ളത്, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് വോയിഡ് ആവും എന്നുള്ളത്, എന്നിട്ട് അത് പിന്നെയും ചെയ്തു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള കോൺട്രാക്റ്റിനെയാണ് എന്ത് പറയുന്നത്, എഗ്രിമെൻറ്റ് നോട്ട് എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് വോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് സെർട്ടൈനിറ്റി ഓഫ് മീനിങ്. അതായത് ദ ടേംസ് ഓഫ് ദി കോൺട്രാക്റ്റ് മസ്റ്റ് ബി പ്രിസൈസ് ആൻഡ് അൺസെർട്ടൈൻ ആൻഡ് മസ്റ്റ് നോട്ട് വോഗ്യൂ. അതായത് കോൺട്രാക്റ്റ് എന്തായിരിക്കണം, പ്രിസൈസ് ആയിരിക്കണം, അതുപോലെ തന്നെ സെർട്ടൈൻ ആയിരിക്കണം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് എന്ന് പറയുമ്പോൾ നടക്കുന്ന ഉറപ്പുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ നമുക്ക് ഈ എഗ്രിമെൻറ്റ് വെക്കാൻ പാടുള്ളൂ. അതായത് ഒരു ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു, ഞാനൊരു ഓഫർ വെക്കുകയാണ്. ഓഫർ വെക്കുക എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്, അതായത് ഇപ്പോൾ നടക്കാൻ പാടില്ലാത്ത, അതായത് നിൻ്റെ അച്ഛൻ മരിച്ചു പോയിട്ടുണ്ടാവും. ഓക്കെ, അവരെ ജീവിച്ച് കൊണ്ടുവന്നാൽ ഞാൻ നിനക്ക് എന്ത് തരാം, എൻ്റെ ഈ 10 ലക്ഷം രൂപയുടെ വീട് എഴുതി തരാം. ഓക്കെ, അതൊരിക്കലും നടക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യരുത്, നമ്മൾ എഗ്രിമെൻറ്റ് വെക്കരുത്. അതായത് അങ്ങനത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്ന ഒരു ഉറപ്പ് നടക്കില്ല. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക്, അതായത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, അതായത് ഇപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക്, നടക്കുന്ന ഒരു ഉറപ്പുമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എഗ്രിമെൻറ്റ് വെക്കരുത് എന്നാണ് പറയുന്നത്. എന്താ ഓക്കെ, possibility of performance and another essential feature of a contract is that it must be capable of being performed. ഇതിലൊരു എക്സാമ്പിൾ എന്താ കൊടുത്തിട്ടുള്ളത് വെച്ചാൽ, എ അഗ്രീസ് ടു ബി ഡിസ്കവർ ട്രഷർ ബൈ എ മാജിക് ആൻഡ് ബി അഗ്രീസ് ടു പേ ₹5,000 to this agreement is void because it is an agreement to do an impossible act. ഓക്കെ, അതായത് ഒരു മാജിക്ക്, അതായത് എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് അങ്ങനെ സംഭവിക്കില്ല, പക്ഷേ അതിന് വേണ്ടിയിട്ട് നമ്മൾ എഗ്രിമെൻറ്റ് വെക്കുക. ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ ജസ്റ്റ് ജോക്കായിട്ട് എടുക്കുക കേട്ടോ. അത് ഒരിക്കലും നടക്കാത്തൊരു കാര്യമല്ലേ. അതായത് എത്രയോ കാലം മുന്നേ മരിച്ചുപോയ ഒരാളെ ജീവിച്ച് കൊണ്ടുവന്നാൽ എൻ്റെ വീടും 10 സെൻറ്റ് സ്ഥലം ഞാൻ നിങ്ങൾക്ക് എഴുതി തരാമെന്ന് പറഞ്ഞിട്ടൊരു എഗ്രിമെൻറ്റ് വെക്കുക. നടക്കുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾക്ക് എന്ത് ചെയ്യരുത്, എഗ്രിമെൻറ്റ് വെക്കരുത് എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ലീഗൽ ഫോർമാലിറ്റീസ്. another essential element of a valid contract is that it must be written, attested or registered if the essential under any law prevailing in the country. അതായത് ഇത്തരത്തിൽ നമ്മളിപ്പോൾ എന്ത് ചെയ്യുകയാണെങ്കിലും അത് ലീഗൽ ഫോർമാലിറ്റീസ് ഒന്നൊക്കെ എഴുതി തയ്യാറാക്കിയുള്ളതായിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതായിരിക്കണം. ജസ്റ്റ് വാക്കുകൊണ്ട് പറഞ്ഞാൽ മാത്രം പോരാ. ഓക്കെ, അതായത് ഇപ്പോൾ ഞാൻ പറയുകയാണ്, എല്ലാ കാര്യങ്ങളും നമ്മൾ വാക്കാലാണ് ചെയ്യുന്നത്. അതായത് ഞാൻ പറയുകയാണ്, എൻ്റെ വീടും 10 സെൻറ്റ് സ്ഥലവും ഒരു 50 ലക്ഷം രൂപയാണ് എന്ന് പറഞ്ഞ് ഞാനൊരു ഓഫർ വെച്ചു, നിങ്ങളത് അക്സെപ്റ്റ് ചെയ്തു.
അങ്ങനെ നിങ്ങൾ എനിക്ക് 50 ലക്ഷം രൂപ തന്നു. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ആധാരം തന്നിട്ട് പറയാണ് ഓക്കെ എന്താ പറയുക ഇത് നിൻ്റെ പേരിലായിട്ടുണ്ട്, നീ എനിക്ക് 50 ലക്ഷം രൂപ തന്നു. ലൈക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം അവിടെ ഒരു പ്രൂഫ് ഇല്ലല്ലോ. അതാ പറയുന്നത്, അവിടെ ഒരു ലീഗൽ ഫോർമാലിറ്റീസ് വേണം. അത് ഓഫ് കോഴ്സ് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ റിട്ടൺ എഴുതി തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കണം. അതാണ് പറയുന്നത്. ഇതാ, an oral agreement for sale of immovable property is unenforceable because the law requires that much agreement must be in writing and registered. അപ്പോൾ ഇമ്മൂവബിൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഓഫ് കോഴ്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, രജിസ്റ്റർ അല്ലെങ്കിൽ റിട്ടേൺ എങ്കിലും നിയമം ചെയ്തിട്ടുണ്ടായിരിക്കണം. അതല്ലാണ്ട് വാക്കാൽ എൻ്റെ വീടും 10 സെൻറ്റ് സ്ഥലവും 50 ലക്ഷം രൂപയ്ക്ക് ഞാൻ വിൽക്കുകയാണ്, അപ്പോൾ നിങ്ങൾ 50 ലക്ഷം രൂപ എനിക്ക് കൊണ്ടു തന്നു, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ആധാർ എടുത്ത് തന്നിട്ട് പറയുകയാണ് ഇത് ഇനി നിൻ്റെയാന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ ആവില്ല. ഓഫ് കോഴ്സ് അത് എൻ്റെ തന്നെയാണ്. കാരണം ആ വീടും പറമ്പും ഇരിക്കുന്നത് എൻ്റെ പേരിലാണ്. ഓക്കെ, അത് നിങ്ങളുടെയിലോട്ട് മാറ്റണം, എന്നാൽ മാത്രമേ അത് നിങ്ങളതാവത്തുള്ളൂ. അതാണ് എന്ത് പറയുന്നത്, ലീഗൽ ഫോർമാലിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി ഇവിടെ 10 ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായോ എന്നൊന്നും എനിക്കറിയില്ല. നമുക്കൊന്നുകൂടെ നോക്കാം എന്തായാലും. ഓക്കെ, എസെൻഷ്യൽ എലമെൻറ്റ് ഓഫ് എ വാലിഡ് കോൺട്രാക്റ്റ് ഫസ്റ്റത്തെ ആയിരുന്നു ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ്. അവിടെ എന്തായാലും ഉണ്ടായിരിക്കണം, ഒരു ഓഫർ ഉണ്ടായിരിക്കണം, അക്സെപ്റ്റൻസും ഉണ്ടായിരിക്കണം. അതൊരു ലോഫുൾ ഓഫറും ആയിരിക്കണം, അതുപോലെ തന്നെ ഒരു ലോഫുൾ അക്സെപ്റ്റൻസും ആയിരിക്കണം. പിന്നെ ഇൻറ്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻഷിപ്പ്, അതായത് നമ്മളവിടെ ഓഫ് കോഴ്സ് ഒരു ലീഗൽ റിലേഷൻഷിപ്പ് എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം. പിന്നെ ലോഫുൾ കൺസിഡറേഷൻ എന്ന് പറയുമ്പോൾ കൺസിഡറേഷൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള വേർഡാണ് സംതിങ് ഇൻ റിട്ടേൺ. ഓക്കെ, കൺസിഡറേഷൻ ഹാസ് ബീൻ ഡിഫൈൻഡ് ആസ് ദി പ്രൈസ് പെയ്ഡ് ബൈ വൺ പാർട്ടി ഫോർ ദി പ്രോമിസ് ഓഫ് ദി അതർ. അതായത് മറ്റൊരാൾക്ക് നമ്മൾ കൊടുത്ത പ്രോമിസിൻ്റെ പേരിൽ ഒരാൾ മറ്റൊരാൾക്ക് എന്ത് കൊടുക്കുക, പ്രൈസ് പേ ചെയ്യുക. ഓക്കെ, അതാണത് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് കപ്പാസിറ്റി ഓഫ് പാർട്ടീസ്. കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് എന്ന് പറയുമ്പോൾ ആ ഒരു എഗ്രിമെൻറ്റിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ആ ഒരു കോൺട്രാക്റ്റിലുള്ള ആളുകൾക്ക് അതിൽ കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യാനുള്ള കപ്പാസിറ്റി വേണം. ഓക്കെ, അതായത് ഒരു മൈനറായ വ്യക്തിക്ക് ഓഫ് കോഴ്സ് ഒരു കോൺട്രാക്റ്റിലോട്ട് എൻട്രി ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെ ഡിസ്ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺ, അൺസൗണ്ട് മൈൻഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ഫ്രീ കൺസേൺ. ഫ്രീ കൺസേൺ എന്ന് പറയുമ്പോൾ അയാളുടെ ഇഷ്ടത്തിന് സ്വമേധയാ ആയിരിക്കണം അയാൾ ഒരു എഗ്രിമെൻറ്റിലോട്ട് എന്താ വേണ്ടത്, എൻ്റർ ആവേണ്ടത്. അല്ലാതെ മറ്റൊരാളുടെ പ്രഷർ മൂലം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഇൻറ്റേർണൽ മാർക്ക് തരില്ല, അറ്റൻഡൻസ് തരില്ല എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടാവരുത് നിങ്ങളെക്കൊണ്ട് ഞാൻ ആ ഒരു ബിസിനസ് റെഗുലേഷൻ്റെ ടെക്സ്റ്റ് വാങ്ങിക്കേണ്ടത്. നിങ്ങൾക്ക് സ്വമേധയാ തോന്നണം എനിക്ക് ബിസിനസ് റെഗുലേഷൻ്റെ ടെക്സ്റ്റ് ഞാൻ അവരുടെ നിന്ന് വാങ്ങിക്കുകയാണ്. ഓക്കെ, അതാണ് ഫ്രീ കൺസെൻ്റ് കൊണ്ട് പറയുന്നത്. പിന്നെ ലോഫുൾ ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റ് എന്തായിരിക്കണം, മസ്റ്റ് ബി ലോഫുൾ ആയിരിക്കണം. അത് ഇമ്മൂവബിൾ ആവാൻ പാടില്ല, ഇല്ലീഗൽ ആവാൻ പാടില്ല, ഓപ്പോസിറ്റ് പബ്ലിക് പോളിസിക്ക് എതിരെയാവാൻ പാടില്ല. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് എഗ്രിമെൻറ്റ് നോട്ട് എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് വോയിഡ്. അതായത് മുന്നേ നിയമം അത് ഓൾറെഡി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് നിയമം അംഗീകരിക്കില്ല, എന്നിട്ടും അതിലോട്ട് പിന്നെയും നമ്മൾ ഇതാവുകയാണെങ്കിൽ പറയുന്നത്. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് സെർട്ടൈനിറ്റി ഓഫ് മീനിങ്. അതായത് ആ കോൺട്രാക്റ്റ് മസ്റ്റ് എന്തായിരിക്കണം, പ്രിസൈസ് ആയിരിക്കണം, അതുപോലെ തന്നെ സെർട്ടൈനിറ്റി ആയിരിക്കണം. ഓക്കെ, പിന്നെ പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് നടക്കുമെന്ന് പറയുന്ന കാര്യങ്ങൾക്ക്, അതായത് ഓഫ് കോഴ്സ് നടക്കും, അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് മാത്രമായിരിക്കണം എഗ്രിമെൻറ്റ് വെക്കേണ്ടത്. അതായത് നടക്കാത്ത ഒരു കാര്യം, നടക്കുന്നു 1% പോലും ഉറപ്പില്ലാത്തൊരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്ത് എഗ്രിമെൻറ്റ് വെക്കരുതെന്നാണ് പറയുന്നത്. ഓക്കെ, എൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കാം. ഓക്കെ, നെക്സ്റ്റ് പറയുന്നതാണ് ലീഗൽ ഫോർമാലിറ്റീസ്. അതായത് നമ്മൾ എന്ത് നടക്കുകയാണെങ്കിലും അതായത് ഒരു എഗ്രിമെൻറ്റ് നടക്കുകയാണെങ്കിൽ അവിടെ ഒരു ലീഗലായിട്ടുള്ള ഒരു ഫോർമാലിറ്റീസ് ഉണ്ട്, അത് നമ്മൾ ഫോളോ ചെയ്യണം. എന്നാൽ മാത്രമേ അതൊരു കോൺട്രാക്റ്റ് ആവുള്ളൂ, എഗ്രിമെൻറ്റ് ആവുള്ളൂ, നമുക്ക് അതുകൊണ്ട് കേസ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതായത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ് എൻ്റെ വീടും 10 സെൻറ്റ് സ്ഥലവും ഞാൻ നിങ്ങൾക്ക് തരാം, അതിൻ്റെ പ്രൈസ് വരുന്നത് 50 ലക്ഷം രൂപയാണ്. ഓഫ് കോഴ്സ് അങ്ങനെ എന്നിട്ട് നിങ്ങൾ എനിക്ക് ഞാൻ വെച്ച ആ ഓഫർ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്തു, എന്നിട്ട് നിങ്ങൾ എനിക്ക് 50 ലക്ഷം രൂപ തരികയാണ്. 50 ലക്ഷം രൂപ തന്നതിന് വല്ല തെളിവും വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പേരിൽ ഞാൻ എഴുതി തരണം, സൈൻ ചെയ്യണം, എന്നാൽ മാത്രമേ അത് ഉണ്ടാവത്തുള്ളൂ, അതിനൊരു ശക്തമായ പ്രൂഫ് ഉണ്ടാവത്തുള്ളൂ. അതല്ലാണ്ട് ജസ്റ്റ് വാക്കുകൊണ്ട് പറഞ്ഞുകൊണ്ട് മാത്രം അത് നിങ്ങളുടെ പേരിലാവില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് ഒന്നുകിൽ എഴുതി തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതാണ് എന്ത് പറയുന്നത്, ലീഗൽ ഫോർമാലിറ്റീസ്. ആൻഡ് എസെൻഷ്യൽ എലമെൻറ്റ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട് ഈസ് ദാറ്റ് ഈസ് മസ്റ്റ് ബി റിട്ടൺ, അറ്റസ്റ്റ് ഓർ രജിസ്റ്റേർഡ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എസെൻഷ്യൽ എലമെൻറ്റ്സ് പറയുന്നത്. 10 മാർക്കിൻ്റെ ക്വസ്റ്റൻ എന്തായാലും വരും കേട്ടോ. അപ്പോൾ 10 മാർക്ക് എസ്സേ അല്ലെങ്കിൽ ഷോർട്ട് എസ്സേ എക്സ്പെക്ട് ചെയ്യേണ്ട, എസ്സേ തന്നെ പ്രതീക്ഷിക്കാം. അതെല്ലാം ഇനി നിങ്ങളുടെ ഭാഗ്യം പോലെ. ഓക്കെ, അപ്പോൾ എന്തായാലും പഠിച്ച് വയ്ക്കുക. ഇതിൽ ഹെഡിങ് ഉണ്ടല്ലോ, അത് നിങ്ങൾ മസ്റ്റായിട്ടും പഠിച്ച് വയ്ക്കുക. അതിൻ്റെ ഉള്ളിലുള്ളത് പിന്നെ നിങ്ങൾക്ക് ലൈക്ക് ഈ വീഡിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് പഠിക്കും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, മനസ്സിലാവാത്തതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. ഇനി നമുക്കിതിൽ നെക്സ്റ്റ് നോക്കാനുള്ളത് ടൈപ്സ് ഓഫ് കോൺട്രാക്റ്റ് ആണ്, ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺട്രാക്റ്റ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാവേ. ഓക്കെ, താങ്ക് യു.